ഹലോ മച്ചമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. ദാ സ്ക്രീനിൽ ഇപ്പൊ കാണുന്ന ഈ മനുഷ്യനുണ്ടല്ലോ, ഇയാൾ ജാക്കി ചാൻ ആണോ? ഒറ്റ നോട്ടത്തിൽ ജാക്കി ചാൻ ആയിട്ട് നിങ്ങൾക്ക് തോന്നില്ലേ? എന്നാൽ ഇയാൾ ജാക്കി ചാൻ അല്ല, ഇയാൾ വേറൊരു ആക്ടറാണ്. എന്നാൽ ഒരു ജാക്കി ചാൻ വൈബിലെടുത്ത ഒരു സിനിമ തന്നെയാണ് കേട്ടോ ഇത്. നല്ല രസമാണ്. ഒരുപാട് വലിയ കഥയൊന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി, അതിന്റെ കൂടെ തന്നെ കുറച്ചധികം കോമഡി, ഇതെല്ലാം കൂടിയായിട്ട് ഒരു ആക്ഷൻ കോമഡി ത്രില്ലർ മൂവി. അപ്പൊ ഇങ്ങനെയുള്ള മൂവിയുടെ കഥ കേൾക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ മാത്രം ഈ കഥ കേട്ടാൽ മതി കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് നേരെ ഈ കഥയിലേക്ക് പോകാം. സിനിമയുടെ ആരംഭത്തിൽ ഒരു ലേഡിയെ കാണിക്കുന്നുണ്ട്. അവളുടെ പേര് റോസ് എന്നാണ്. ഇപ്പൊ അവൾ ആ ഒരു ബസ്സിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ഇറങ്ങിയ സ്ഥലത്തിന് ഒരു ബോർഡ് ഉണ്ടായിരുന്നു. ആ ബോർഡിൽ ഒരാളുണ്ട്. ആ ആളെ കാണുന്ന സമയത്ത് ഏകദേശം ഒരു ജാക്കി ചാൻ ലുക്കില്ലേ. എന്തായാലും അയാളുടെ മുഖത്ത് ഈ മീശയെല്ലാം വരച്ച് ആ ചിത്രം വൃത്തികേടാക്കുകയാണ് ഈ റോസ്. ഇതിനുശേഷം ആ ആളെ കാണിക്കുകയാണ്. ഇയാളുടെ പേരാണ് മാർവിൻ. പെട്ടെന്ന് കാണുകയാണെങ്കിൽ ജാക്കി ചാൻ ആണെന്നേ വിചാരിക്കുള്ളൂ അല്ലേ. ഇത്രയും എന്താ പറയുക, ഫേസ് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ജാക്കി ചാന്റെ പ്രായം കുറഞ്ഞതുപോലെ. എന്തായാലും ഈ മനുഷ്യനുണ്ടല്ലോ, മാർവിന് വളരെയധികം സന്തോഷത്തോടു കൂടെ അടുക്കളയിൽ നിന്നും പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പാചകം ചെയ്യുന്നതിന്റെ സ്റ്റൈല് തന്നെ വേറെയാണ് കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് ഒരു കോഫിയും കുടിച്ച് നേരെ ജോലി സ്ഥലത്തിലേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് ഈ മാർവിന്റെ ഫോട്ടോയിൽ ഒരുപാട് പോസ്റ്റേഴ്സ് അവിടെ ഉണ്ട് കേട്ടോ. എല്ലാത്തിലും ഇതുപോലെ ആരോ മീശ വരച്ചു വെച്ചിരിക്കുകയാണ്. മിക്കവാറും ആ റോസ് തന്നെയായിരിക്കും. അപ്പൊ അതിൽ നോക്കിയിട്ട് മാർവിൻ ഇങ്ങനെ വിചാരിക്കുകയാണ്, ഇതിപ്പോ ആരായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. പിന്നീട് നേരെ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഒരു വീടിനരികിലേക്ക് മാർവിൻ ചെല്ലുകയാണ്. അതായത് മാർവിൻ ജോലി ചെയ്യുന്നത് ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയിലാണ്. എന്നാൽ മാർവിൻ അവിടെ എത്തിയ സമയത്തും ഇത് മേടിക്കാൻ വരുന്ന ആ ഒരു ക്ലയന്റ് എത്തിയിട്ടില്ല കേട്ടോ. അപ്പൊ നേരെ ഓഫീസിലേക്ക് വിളിച്ചിട്ട് ആഷ്ലി എന്ന് പറഞ്ഞ ഒരു ലേഡിയോട് സംസാരിക്കുകയാണ്. അവരോട് വേഗം ഇങ്ങോട്ട് വരാൻ പറ, ഞാൻ കുറെ നേരമായിട്ട് ഇവിടെ വെയിറ്റിംഗിലാണ്. ആഷ്ലി ആ കാര്യം ഞാൻ നോക്കിക്കോളാം, പിന്നെ അധികം വൈകാതെ ഇങ്ങോട്ടേക്ക് വരണം, ഇവിടെ ഒരു പാർട്ടി ഉണ്ട്, നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് എൻജോയ് ചെയ്യണം എന്ന് പറയണം. ശരി എന്ന് പറഞ്ഞിട്ട് മാർവിൻ കോള് കട്ടിയാണ്. അധികം വൈകാതെ ആ ഒരു ക്ലയന്റ് വരുന്നുണ്ട് കേട്ടോ. അവരോട് ഈ വീടിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അവർക്ക് ആ ഒരു വീടും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. അതായത് മാർവിൻ ഒരു ക്ലയന്റുമായിട്ടൊരു വീട്ടിലേക്ക് പോയാൽ അവരെ കൊണ്ട് അത് വാങ്ങിപ്പിക്കും. കാരണം അത്രയും നല്ലൊരു ക്യാരക്ടറാണ്, സംസാരിക്കാൻ കഴിവുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ ആ ക്ലയന്റ് ഇപ്പോൾ വീട് വാങ്ങാൻ സമ്മതിച്ചു കേട്ടോ. എന്തായാലും ഇതിനുശേഷം ഓഫീസിലേക്ക് വരികയാണ്. അപ്പൊ തന്നെ ആഷ്ലി വേഗം വാ, പാർട്ടിയൊക്കെ ഉണ്ടെന്ന് പറയാണ്. ഇതേ നേരം തന്നെ മാർവിന് കുറച്ച് ലെറ്റേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൊരെണ്ണം മാർവിൻ അപ്പൊ തന്നെ പൊട്ടിച്ച് വായിക്കുകയാണ്. അത് റോസ് കളറിൽ ഒരു പേപ്പറിലായിരുന്നു കേട്ടോ. അതിൽ തന്നെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, ഐ ആം ബാക്ക്. ഈ കാര്യം കണ്ട വാർഡ് മാർവിൻ ഒന്ന് ഞെട്ടിപ്പോവാണ്. പെട്ടെന്ന് തന്നെ ആഷ്ലിയോട് പറയാണ്, നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ ഇപ്പൊ പാർട്ടിക്ക് വരുന്നില്ല, എനിക്ക് ബാക്കിയുള്ള കത്തുകളൊക്കെ ഒന്ന് വായിക്കണേ, ഞാൻ എന്റെ റൂമിൽ പോയിരിക്കുകയാണ് കേട്ടോ, ആരും അങ്ങോട്ടേക്ക് വരണ്ടെന്ന് പറഞ്ഞിട്ട് മാർവിൻ വേഗം അങ്ങോട്ടേക്ക് പോവാണ്. അവന്റെ ഓഫീസിന്റെ ഉള്ളിലേക്ക് അവൻ കയറിയതും മൂക്കിനിട്ട് ഒരൊറ്റ ഇടിയാണ്. ആരാണെന്നൊന്നും അറിയില്ല. അപ്പൊ തന്നെ അവന്റെ ബോധം പോകുന്നുണ്ട്. പിന്നീട് ബോധം വരുന്ന സമയത്ത് അവന്റെ കൈ ആ ഒരു ടേബിളിൽ വെച്ച് അതിലൊരു കത്തി കുത്തി ഇറക്കി വെച്ചിരിക്കുകയാണ്. മറ്റേ കൈ ആണെങ്കിൽ കസാരയിൽ കെട്ടി വെച്ചിട്ടുണ്ട്. ഇതേ നേരം ഈ പണി അവനിട്ട് കൊടുത്ത ആള് തൊട്ട് മുന്നിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. ആചാനുബാഹുവായിട്ടുള്ള വലിയൊരു മനുഷ്യൻ. ഇയാളുടെ പേരാണ് രാവൺ. രാവൺ ഇപ്പോ നമ്മുടെ മാർവിനെ നോക്കിയിട്ട് പറയാണ്, ആശാനെ കുറെ നാളായല്ലോ കണ്ടിട്ട്, എവിടെയായിരുന്നു? ഒരു കാര്യം അറിയോ, എനിക്കും ആ ലെറ്റർ വന്നു കേട്ടോ, നിങ്ങൾക്ക് വന്നതുപോലെ തന്നെ അവള് തന്നെ അയച്ചാ ആ റോസ്, ഐ ആം ബാക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ കൂടുതലായിട്ട് സംസാരിക്കുന്നൊന്നുമില്ല. അവൾ എവിടെ റോസ്, എനിക്ക് അവളെ മതി എന്ന് പറയാണ്. എന്നാൽ മാർവിൻ അറിയില്ലായിരുന്നു റോസ് എവിടെയാണ്. അപ്പൊ മാർവിൻ പറയുന്നുണ്ട്, എടോ എനിക്കറിയില്ല, നീ എന്നെ എന്തൊക്കെ ചെയ്തിട്ടും എനിക്ക് അറിയില്ല. ഈ സമയത്ത് ദേഷ്യം ഉള്ളിലടക്കി തന്നെ രാവൺ പറയാണ്, എന്നെ കൊണ്ട് കൂടുതലായിട്ട് പണി എടുപ്പിക്കരുത്, മര്യാദക്ക് പറഞ്ഞു. ഞാൻ കഴിഞ്ഞാൽ പിന്നെ വരാൻ പോകുന്നത് നിന്റെ ബ്രദർ ആയിട്ടുള്ള ഡാനി ആയിരിക്കും. ഡാനി വന്നു കഴിഞ്ഞാൽ അറിയാലോ, നിന്റെ ഈ ലൈഫും സെറ്റപ്പ് ഒന്നും പിന്നെ ഉണ്ടാവില്ല. നിന്റെ പഴയകാല ചരിത്രം എല്ലാവരും എല്ലാം അറിയും. പിന്നെ നിനക്ക് ഈ സമാധാനം സന്തോഷമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് മര്യാദക്ക് പറ, റോസ് എവിടെ? അപ്പോഴും മാർവിൻ പറയുന്നത്, എടോ എനിക്കറിയില്ല. ഓഹോ, നിനക്കറിയില്ല അല്ലേ എന്ന് പറഞ്ഞിട്ട് രാവൻ അങ്ങോട്ടേക്ക് വരികയാണ്. ഇപ്പൊ മാർവിൻ ഒരു കാര്യം മനസ്സിലായി, പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന്. അപ്പൊ തന്നെ ആ കത്തിയിൽ നിന്ന് കൈ അങ്ങോട്ട് ഊരിയെടുക്കുകയാണ്. പിന്നീട് ആശാന്റെ പരിപാടി അങ്ങോട്ട് തുടങ്ങുകയാണ്. കാണാൻ ഒരു പാവത്തിനെ പോലെ ആണെങ്കിലും നല്ല കയ്യിലിരിപ്പാണ്. അത്രയും വലിയ ആ ഒരു മനുഷ്യൻ രാവണനെ നമ്മുടെ മാർവിനിട്ട് കൊടയാണ്. മാത്രമല്ല ഈ രാവണാണെങ്കിൽ കുറെ കത്തി ഉപയോഗിക്കുന്നതിൽ എക്സ്പേർട്ട് ആണ്. അവന്റെ കോട്ടിൽ നിറയെ കത്തികളാണ്. അത് മുഴുവൻ ഉപയോഗിച്ച് മാർവിനെതിരെ എറിയുന്നുണ്ടെങ്കിൽ മാർവിന്റെ ഒരൊറ്റ കുത്ത്, ആ കുത്തില് രാവണന്റെ ബോധം പോവാണ്. നേരെ കമന്നടിച്ച് വീണ് കൂർക്കം വലിച്ച് കിടന്നുറങ്ങാണ് ഇപ്പോ. അപ്പൊ തന്നെ മാർവിൻ ആ ഒരു ക്യാബിൻ വിട്ട് പുറത്തേക്ക് ഇറങ്ങാണ് കേട്ടോ. കാരണം ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലായി. എന്നാൽ പുറത്തേക്ക് ഇറങ്ങിയ വാർഡ് തന്നെ ഈ റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ ബോസ് ഉണ്ടല്ലോ, ഇയാൾ വന്നിട്ട്, മാർവിൻ ഞാൻ നിന്നെ കാണാതിരിക്കുന്നു വാന്ന് പറഞ്ഞിട്ട് ഇയാളുടെ ഓഫീസിലേക്ക് വിളിച്ചു കൊണ്ടുപോയിട്ട് ഒരു സർട്ടിഫിക്കറ്റ് നൽകുകയാണ്. അതായത് ഈ കമ്പനിയിലെ ഏറ്റവും ബെസ്റ്റ് എംപ്ലോയി, ഏറ്റവും കൂടുതൽ സെയിൽസ് കൊണ്ടുവന്ന ആള് നീയാന്ന് പറഞ്ഞിട്ട് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. ഇത് കണ്ട വാർഡിനെ മാർവിന് ഭയങ്കരമായിട്ട് സന്തോഷമാവുകയാണ്. ഇപ്പൊ ആ ഒരു ബോസിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ബോസെ, നിങ്ങളാണ് എന്റെ ലൈഫ് മാറ്റിമറിച്ചത്. ഇതേ നേരം തന്നെ ബോസ് പറയാണ്, എന്റെ പൊന്നു മാർവിനെ, നിന്നെപ്പോലൊരു എംപ്ലോയിയെ കിട്ടിയത് എന്റെ ഭാഗ്യമാണ്. ശരിക്കും നീ എന്റെ ഒരു എംപ്ലോയി അല്ല, നീ എന്റെ ബ്രദറാണ്. മാർവിനും അങ്ങനെ തന്നെയാണ്, ബോസിനോട് ഭയങ്കര സ്നേഹമാണ്. ഒരു ചേട്ടനെ പോലെയാണ് ആ ഒരു ബോസിനെ അവൻ കാണുന്നത്. പെട്ടെന്ന് മാർവിൻ നമ്മുടെ ബോസിനോട് ഒരു കാര്യം ചോദിക്കുകയാണ്, എന്റെ സൈക്കിൾ പഞ്ചറായി പോയി, നിങ്ങളുടെ കാർ കുറച്ചു നേരത്തേക്ക് ഒന്ന് തരുന്നു. അതിനെന്താ, നീ വെച്ചോന്ന് പറഞ്ഞിട്ട് ബോസ് അപ്പൊ തന്നെ കാറിന്റെ ചാവി എടുത്തു കൊടുക്കുകയാണ്. പിന്നീട് ആ ഒരു സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ആ ഒരു ചാവിയുമായിട്ട് മാർവിൻ നൈസായിട്ട് ഓഫീസിന്റെ പിന്നിലൂടെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അതേ നേരം അവിടുത്തെ കാറിൽ, അതായത് പുറത്തുണ്ടായിരുന്ന ഒരു കാറിൽ രണ്ട് ഗുണ്ടകൾ ഇരിക്കുന്നുണ്ട്. പേര് വിക്രമനും മുത്തുവും. രണ്ടും ബേസിക്കലി മണ്ടന്മാരാണ്. ഇവരെന്തോ കാര്യം
കാര്യം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരുത്തൻ മമ്മൂട്ടി ഫാനും ഒരുത്തൻ മോഹൻലാൽ ഫാനും. ചുമ്മാ പറയുന്ന കേട്ടാ. ഓക്കെ, ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നേരത്താണ് പമ്മി നമ്മുടെ മാർവിൻ പോകുന്നത് ഇവന്മാര് കാണുകയാണ്. വേഗം തന്നെ വിക്രമനും മുത്തുവും ഇവരുടെ ബോസ് ആയിട്ടുള്ള മാർലോയെ വിളിക്കുകയാണ്. മാർലോ പറയാണ് ഒരു കാരണവശാലും അവൻ അവിടുന്ന് പോകാൻ പാടില്ല, കണ്ടുപിടിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ തട്ടിക്കളയണം. പിന്നെ പ്രധാന കാര്യം ഈ വിവരം നമ്മുടെ ബോസ് അറിയാൻ പാടില്ല. പിന്നീട് ഫോൺ കട്ട് ചെയ്യാണ്. അതായത് ഈ മാർലോയ്ക്കും മറ്റൊരു ബോസ് ഉണ്ട് കേട്ടാ. നേരെ മാർലോ അവന്റെ ആ ഒരു ബോസിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഇയാളുടെ പേരാണ് ഡാൻ. ഈ ഡാനി മറ്റാരുമല്ല, നമ്മുടെ മാർവിൻ ഉണ്ടല്ലോ കഥാനായകൻ, അവന്റെ അനിയനാണ്. ഇപ്പൊ ഡാനി ഭയങ്കര ദേഷ്യത്തിലാണ്. അപ്പൊ കാര്യം എന്താണെന്ന് മാർലോ ചോദിക്കുകയാണ്. അതായത് അവന്റെ ചേട്ടൻ മാർവിനെ പിടിക്കാനായിട്ട് ഞാൻ ആ രാവണ അയച്ചതാണ്. ഇപ്പൊ ഫോൺ വിളിച്ചിട്ട് അവനിട്ട് എടുക്കുന്നില്ല, എനിക്ക് പ്രഷർ കഴി ചൂടാവുന്നു. ഇതേ നേരം തന്നെ മാർലോ പറയാണ്, ഡാനി നിങ്ങളൊന്ന് കൂളായിട്ടിരിക്കുക, ഞാൻ നോക്കാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ഈ സമയത്തൊക്കെ ഡാനി ഭയങ്കര കോപത്തിലാണ് കേട്ടോ. അവിടെയുള്ള ഓരോ സാധനങ്ങൾ അപ്പോഴും എറിഞ്ഞ് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ആരൊക്കെ ചത്താലും ശരി എനിക്ക് അവനെ കിട്ടണം എന്ന് പറയാണ്. അതായത് സ്വന്തം ചേട്ടനായിട്ടുള്ള മാർവിനെ. ചേട്ടനോട് എന്തോ തീരാത്ത പകയുണ്ട് ഇവന് കേട്ടോ. ഇവിടെ സീൻ കേട്ട ഈ അടുത്ത സീനിൽ മാർവിനെ കാണിക്കുകയാണ്. മാർവിൻ ഇപ്പൊ നേരെ അവന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഇനി എന്തായാലും ഇവിടെ നിന്നാൽ ശരിയാവില്ല, കാരണം ഡാനിയുടെ ആൾക്കാർ അവനെ കണ്ടുപിടിച്ചു കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് സ്ഥലം വിടണം. അപ്പോഴും അവന്റെ കയ്യിൽ അവന്റെ ബോസ് കൊടുത്ത ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് കേട്ടോ. പിന്നീട് അവൻ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാണ്. ഈ നേരത്താണ് വിക്രമനും മുത്തും അങ്ങോട്ടേക്ക് വരുന്നത്. ആഹാ മോനെ കൊണ്ടാ പോവാൻ നിൽക്കുന്ന, രക്ഷപ്പെടാൻ നോക്കുകയാണെന്ന് പറഞ്ഞിട്ട് അവര് വളരെ സിമ്പിൾ ആയിട്ട് മാർവിൻ അടിക്കുകയാണ്. അതും എങ്ങനെ, ഈ ചെറിയ കുട്ടികളൊക്കെ നമ്മൾ തട്ടി അടിക്കില്ല, അടങ്ങിയിരിക്കടാ എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം ഈ വിക്രമനും മുത്തും വിചാരിക്കുന്നത് ആള് കാണാൻ ഒരു കുഞ്ഞാപ്പിയാണ്, ഇവനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, സിമ്പിൾ ആയിട്ട് പിടിച്ചു കൂട്ടാന്നാണ്. എന്നാൽ മാർവിന്റെ ചരിത്രമൊന്നും ഇവർക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവന്റെ ചെവിക്ക് പിടിച്ച് മുഖത്ത് ചെറുതായിട്ട് തട്ടിയിട്ട്, നീ എങ്ങോട്ടാടാ പോകുന്നേ, നീ ആരടാ, എവിടെടാ ഒരു പെണ്ണ്, റോസ് മര്യാദക്ക് പറഞ്ഞു എന്ന് പറയാണ്. ഇപ്പൊ മാർവിൻ ഒരു കാര്യം മനസ്സിലായി, പൊട്ടന്മാരോട് പറഞ്ഞിട്ട് കാര്യമില്ല, മനസ്സിലാവില്ല, കിട്ടുകയാണ് നല്ല എമ്പട്ടനാട്ടി ആട്ടിച്ചെടുത്തിന്റെ കിടുക്കാൻ മണി വരെ പൊട്ടിക്കുകയാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, മാർവിൻ ആ ഒരു സർട്ടിഫിക്കറ്റും കയ്യിൽ പിടിച്ച് പുറത്തേക്ക് ഓടുകയാണ് കേട്ടോ. ഇതേ നേരം തന്നെ ഒരു കാറുമായിട്ട് റോസ് പുറത്ത് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ഇവരെല്ലാവരും തേടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പെണ്ണ് തന്നെ. അവൾ അപ്പം തന്നെ ഒരു ഇലക്ട്രിക്കൽ ഗൺ ഉപയോഗിച്ച് നമ്മുടെ മാർവിനെ ഷോക്ക് അടിപ്പിച്ച് ബോധം കെടുത്തി കാറിലേക്ക് ഇട്ട് ഇവന്മാരെയും നോക്കി വെല്ലുവിളിക്കാണ്. അതായത് നമ്മുടെ വിക്രമനെയും മുത്തും മണ്ടന്മാരെ പറ്റുകയാണെങ്കിൽ പിടിച്ചോടാന്ന് പറഞ്ഞിട്ട് കാറിൽ കയറിയിട്ട് റോസ് സ്ഥലം വിടുകയാണ്. അപ്പൊ തന്നെ വിക്രമനും മുത്തും കൂടെ ബോസ് ആയിട്ടുള്ള മാർലെ വിളിക്കണം. സാറേ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞങ്ങൾക്ക് പറയാനുണ്ട്. എന്താ, അവര് കിട്ടിയോ, റോസിനെയും അതുപോലെ തന്നെ മാർവിനെയും കിട്ടിയോ ചോദിക്കുമ്പോൾ ഇല്ല സാറേ, അവര് നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി പോയി, അത് പറയാൻ വേണ്ടി വിളിച്ചതാണ്. കേട്ട ഉടനെ മാർലോയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം പിടിക്കണം. പോത്തുകളെ, എന്നെ വിളിക്കാതെ അവറ്റകളുടെ പിന്നാലെ പോയിട്ട് പിടിക്കടാന്ന് പറയാണ്. അല്ലെങ്കിൽ ബോസ് എങ്ങാനും, അതായത് മാർലോയുടെ ബോസ് ആയിട്ടുള്ള ഡാനി ഒരു വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ അവന്റെ കളസം കയറും. അതായത് ഈ മാർലോയും ഈ ഡാനിയുടെ അക്കൗണ്ടന്റും കൂടിയിട്ട് ഒരു ഇച്ചിരി കാശ് അടിച്ചു മാറ്റിയിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള എല്ലാ വിവരം ഈ റോസിന് അറിയാം. ആ റോസ് വന്നിട്ട് ഇവന്റെ ബോസ് ആയിട്ടുള്ള ഡാനിയോട് ഈ കാര്യം പറഞ്ഞാൽ മാർലോയും അവന്റെ ആൾക്കാരെയും ജഡ്ഡിയിലിട്ട് കെട്ടിയിട്ട് അടിച്ച് കൊന്നുകളയും. അപ്പൊ അതിന്റെ ടെൻഷനിലാണ് മാർലോ. അപ്പൊ ഈ മാർവിനെയും അതുപോലെ തന്നെ റോസിനെയും കിട്ടിയാലും ഒന്നും ചെയ്യേണ്ട, അപ്പൊ തന്നെ തട്ടിക്കളഞ്ഞേക്കെന്നാണ് വിക്രമിനോടും മുത്തുവിനോടും പറഞ്ഞിട്ടുള്ളത്. ഇതും പറഞ്ഞ് മാർലോ നേരെ കാറിൽ വന്ന് കയറുകയാണ്. അപ്പൊ തന്നെ റോസ് എല്ലാവർക്കും അയക്കുന്നത് പോലെ അവനും ഒരു കത്തയച്ചിട്ടുണ്ട്. ഞാൻ തിരിച്ചു വരുന്നുണ്ടാ, നിന്റെ എല്ലാ കളികളും ഞാൻ എന്തായാലും ബോസിനോട് പറയാൻ പോവാണ്, നോക്കിക്കോടാ, നിന്റെ അടപ്പ് ഞാൻ തെറിപ്പിക്കും. അതുപോലെ തന്നെ നീ എന്നെ പിടിക്കാൻ നടക്കുകയല്ലേ, ദാ എന്റെ അഡ്രസ്സ്, പറ്റുകയാണെങ്കിൽ വന്ന് പിടിച്ചോടാന്ന് പറഞ്ഞിട്ട് റോസ് അവളുടെ അഡ്രസ്സും അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. മാർലോ പിന്നീട് ഒന്നും നോക്കിയില്ല, അവൾ കൊടുത്ത ആ ഒരു അഡ്രസ്സിലേക്ക് വെച്ച് പിടിക്കുകയാണ്. ഇതേ നേരം തന്നെ ഓഫീസ് ടൈം എല്ലാം കഴിഞ്ഞു കേട്ടോ. ഓഫീസെല്ലാം ക്ലോസ് ചെയ്തിട്ട് അവിടുത്തെ ജോലിക്കാരിയായിട്ടുള്ള ആഷ്ലി, അതായത് നമ്മുടെ മാർവിന്റെ ഫ്രണ്ട് ഉണ്ടല്ലോ, അവള് പോവാൻ നിൽക്കുമ്പോൾ മാർവിന്റെ ക്യാബിന്റെ ഉള്ളിൽ നിന്നും ഫോണ് റിങ് ചെയ്യുന്ന ശബ്ദം കേൾക്കാണ്. മാർവിൻ പോയതാണല്ലോ, പിന്നെ ആരപ്പതിന്റെ ഉള്ളിൽ എന്ന് വിചാരിച്ചിട്ട് വാതിൽ തുറന്നു നോക്കിയപ്പോ ഒരു പാവം കുണുവാവ തലക്കാണിയെല്ലാം വെച്ച് നന്നായിട്ട് കിടന്നുറങ്ങുകയാണ്. ആരാണ്? രാവൺ തന്നെ. രാവിലെ മാർവിന്റെ കയ്യിൽ നിന്നും ഒന്നും കിട്ടിയില്ലേ, അതിൽ പോയ ബോധമാണ്. ഇതുവരെയായിട്ട് രാവന്റെ ബോധം വന്നിട്ടില്ല. രാവൺ എന്ന പേരും അതുപോലെ തന്നെയുള്ള ശരീരവും, എന്നാൽ കുട്ടികളുടെ മനസ്സ് തോന്നുന്നു കിടന്നുറങ്ങുന്ന കണ്ടില്ലേ, പാവം കുണുവാവ. നമ്മുടെ ആഷ്ലി എന്നിട്ട് ഏതാണ് ഈ കാട്ടുപോതെന്ന് വിചാരിച്ചിട്ട് പോയി വിളിക്കുമ്പോൾ ആക്കി യാതൊരു ബോധവുമില്ല, നല്ല ഉറക്കത്തിലാണ്. അപ്പൊ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാർവിന്റെ ക്യാബല്ലേ, അവനെ തന്നെ വിളിച്ചു നോക്കുകയാണ്. എന്നാൽ വിളിച്ചിട്ടിട്ട് കിട്ടുന്നുമില്ല. ആകെ ടെൻഷനായിട്ട് ആഷ്ലി അവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു ഡയറി കിട്ടുകയാണ്. അതായത് ഈ ബോധം കിട്ടുന്ന ആളുണ്ടല്ലോ രാവൺ, അവന്റെ ഡയറിയാണ്. അതെടുത്ത് വായിച്ചു നോക്കുന്ന സമയത്ത് ആഷ്ലി ആകെ ഞെട്ടിപ്പോവാണ്. നല്ല നല്ല കവിതകൾ. ഈ കവിത എഴുതിയത് ഇവൻ തന്നെയാണോ എന്ന് കരുതിയിട്ട് അവൾ ആകെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. എന്തൊരു രസമുള്ള കവിത. അവൾ ഈ കാര്യം പറഞ്ഞതും ബോധം കിടക്കുന്ന രാവൺ എഴുന്നേൽക്കുകയാണ്. എന്റെ കവിതകൾ രസമുണ്ടെന്നോ? ഈ ലോകത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ ആ കാര്യം എന്നോട് പറയുന്നത്. എന്നാൽ ബോധം കെട്ട രാവൺ എഴുന്നേറ്റ് വന്നപ്പോ അവന്റെ ആ ഒരു കോലം കണ്ടപ്പോ തന്നെ ആഷ്ലി ഒന്ന് ഞെട്ടിപ്പോവാണ്. പിന്നീട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഒരു ക്യാൻഡിലൊക്കെ കത്തിച്ചു വെച്ച് അതിന്റെ അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന ഈ ആഷ്ലിയും അതുപോലെ തന്നെ രാവണും. അവന്റെ കവിതകൾ ആഷ്ലിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. കൂറ കവിതകൾ എങ്ങനെയാണോ ആഷ്ലിക്ക് ഇഷ്ടപ്പെട്ടത്, ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് അവൾക്ക് തോന്നുകയാണ്. എന്തൊരു ഫീല്, എന്തൊരു രസം. എന്തായാലും നമ്മുടെ ആശാൻ രാവൺ കിട്ടിയ അവസരം നന്നായിട്ട് മുതലാക്കുകയാണ്. ഇതിനുശേഷം നമ്മുടെ കഥാനായകനായിട്ടുള്ള മാർവിനെ കാണിക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവന് ബോധം വന്നു. നോക്കുമ്പോൾ ഒരു ബാറിലാണ്. അതേ ബാറിൽ തന്നെയാണ് നമ്മുടെ റോസും ജോലി ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് മാർവിൻ പറയാണ്, നീ എന്ത് ഈ കാണിക്കുന്നത്, ഞാൻ നിന്നോട് ഒളിച്ചിരിക്കാൻ പറഞ്ഞല്ലേ. ഇപ്പൊ റോസ് പറയണ, എന്റെ
പൊന്നു മാർവിനെ എനിക്ക് മടുത്തു. ഒളിച്ചൊളിച്ച് എന്തിനാ ഒരു തെറ്റും ചെയ്യാതെ ഇങ്ങനെ ജീവിക്കുന്നത്? അതുകൊണ്ട് പറ്റുകയാണെങ്കിൽ എന്റെ കൂടെ നിന്ന് നിൽക്ക്. നീയും ഇതുപോലെ തന്നെ ഒളിച്ചു നടക്കുകയല്ലേ? എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ? നമുക്ക് ഒരുമിച്ച് നിന്ന് ഈ പ്രശ്നം എങ്ങനെയെങ്കിലും തീർത്തിട്ട് നമുക്ക് നമ്മുടെ രണ്ടുപേരുടെയും വഴിക്ക് പോവാം. ഞാൻ അതിനുശേഷം നിന്റെ ലൈഫിലേക്ക് ഒരിക്കലും വരാൻ പോകുന്നില്ല. അപ്പോഴും മാർവിൻ പറയുന്നത്, റോസേ നീ ഒളിച്ചിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഡാനി എങ്ങാനും ഈ വിവരം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഇങ്ങോട്ട് നിന്നെ തേടി വരും. നിന്നെയും എന്നെയും അവൻ കൊന്നുകളയും. പക്ഷെ അപ്പോഴും റോസ് പറയുന്നത്, ഞാൻ പറയുന്നൊന്ന് കേക്ക്, ഒരു തവണ എന്റെ കൂടെ നിൽക്ക്. നമുക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് വരാൻ നോക്കാം. പിന്നീട് ഇവർ രണ്ടുപേരും അവളുടെ കാർ എടുത്തുകൊണ്ട് നേരെ സിറ്റിയിലേക്ക് പോവാണ്. അങ്ങനെ പോകുന്ന സമയത്ത് കാറിന്റെ ഡിക്കിയുടെ ഉള്ളിൽ നിന്നും എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പൊ മാർവിൻ ചോദിക്കുന്നുണ്ട്, അല്ല റോസെ, എന്താ കാറിന്റെ ഡിക്കിയുടെ ഉള്ളിൽ നിന്നും ഒരു ശബ്ദം? വല്ല പെരിച്ചാഴിയായിട്ടാണോ? ആ, ഒരു പെരിച്ചാഴിയാണ്. നമുക്ക് അവനെ കുറച്ച് കഴിഞ്ഞിട്ട് കാണാന്ന് പറയാണ്. പക്ഷെ അതിന് പറ്റിയൊരു വീട്, നമുക്ക് ഒളിച്ചിരിക്കാൻ പറ്റിയൊരു വീട് ഇപ്പൊ വേണമെന്ന് പറയണം. മാർവിൻ പറയാണ്, നമ്മുടെ കമ്പനി വിൽക്കാൻ വെച്ച ഒരു പ്രോപ്പർട്ടി ഉണ്ട്, നമുക്ക് എന്തായാലും ആ ഒരു വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് ആ വീട്ടിലേക്ക് ഇവർ പോവാണ്. അവിടുത്തെ ഗാരേജിലേക്ക് ഈ കാർ കയറ്റിയിടുകയാണ്. എന്നിട്ട് നേരെ വീട്ടിന്റെ ഉള്ളിലേക്ക് പോവാണ് കേട്ടോ. ആ നേരത്ത് നമ്മുടെ മാർവിന്റെ കയ്യിൽ രാവിലെ കിട്ടിയ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പൊ റോസ് ചോദിക്കുന്നുണ്ട്, രാവിലെ മുതലേ ഇതിങ്ങനെ തൂക്കി നടക്കുന്നുണ്ടല്ലോ, ഇതെന്താണ് അതിന് മാത്രം? ഇപ്പൊ മാർവിൻ പറയാണ്, അത് കുറെ നാളത്തെ എന്റെ കഷ്ടപ്പാടിന്റെ റിസൾട്ട് ആണ്. എന്റെ ആ ഒരു പഴയ ലൈഫിൽ നിന്ന് ഞാൻ മാറാൻ നോക്കുകയാണ്. ആ മാറ്റത്തിനുള്ള ഒരു അവാർഡ് തന്നെയാണ് ഈ സാധനം. അതുകൊണ്ട് എനിക്കിത് കൈവിടാൻ പറ്റില്ല. ഓ, വലിയൊരു അവാർഡ്! ഇതുപോലെ ഒളിച്ച് നാണം കെട്ട് കഴിയുന്നതിനാണോടാ ഈ അവാർഡ് മേടിച്ചത്? ഇതൊക്കെ ഒഴിവാക്ക്, നീ ഒന്ന് ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് വാ. അതിനു മുന്നേ എനിക്കൊരു കാര്യം കാണിച്ചു തരാണ്ട്. നീ തൽക്കാലം എന്റെ കാറിന്റെ അടുത്തേക്ക് വാ. നീ നേരത്തെ ചോദിച്ചില്ലേ ഡിക്കിയിൽ എന്താണെന്ന്? ഒരു പെരിച്ചാഴി ഉണ്ട്. ആ പെരിച്ചാഴിയെ ഞാൻ നിനക്ക് കാണിച്ചു തരാം. നേരെ കാറിന്റെ അടുത്തേക്ക് ചെല്ലാണ്. ഡിക്കി തുറക്കാണ്. നോക്കുമ്പോ ഒരാളെ വായും കൈയും എല്ലാം കെട്ടിയിട്ട് ആ ഒരു ഡിക്കിയിൽ ഈ റോസ് ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇത് മറ്റാരുമല്ല, ഡാനി എന്ന് പറഞ്ഞ ആ ഒരു ഗ്യാങ്സ്റ്റർ ഉണ്ടല്ലോ, അയാളുടെ അക്കൗണ്ടന്റ് ആണ്. മാത്രമല്ല ഇയാളുടെ ഒരു വിരല് വരെ മുറിച്ചെടുത്തിരിക്കുകയാണ്. ഇത് കണ്ട് മാർവിൻ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. റോസെ, നീ അപ്പോ യുദ്ധത്തിനായിട്ട് തയ്യാറായി നിൽക്കുകയാണോ? ശരിക്കും എന്താണ് റോസെ നിന്റെ പദ്ധതി? അതൊക്കെ ഉണ്ട്, തൽക്കാലം നമുക്ക് ഇവനെ എടുത്ത് ഉള്ളിലേക്ക് ഇടാന്ന് പറഞ്ഞിട്ട് അവനെ എടുത്തുകൊണ്ടിട്ട് ഒരു ചെയറിൽ കെട്ടിയിടുകയാണ്. ഈ ലെവനാണ്, ഈ അക്കൗണ്ടന്റ് ആണ് ഈ ഡാനിയുടെ എല്ലാ കാര്യങ്ങളും, എല്ലാ പണമിടപാടുകളും നോക്കുന്ന ആള്. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ കാണിക്കുന്നത് ആ മാർലോ ഉണ്ടല്ലോ, മൊട്ട, അവൻ നേരെ റോസ് കൊടുത്ത ആ ഒരു അഡ്രസ്സിലേക്ക് പോവാണ്. എന്നാൽ ആ അപ്പാർട്ട്മെന്റിലേക്ക് പോയി നോക്കുന്ന സമയത്ത് അവിടെ റോസ് ഇല്ല. പകരം മൂടിയിട്ട ഒരു കണ്ണാടി കാണുകയാണ്. അത് തുറന്നു നോക്കിയപ്പോ അതിലൊരു കാര്യം അവൾ, അതായത് റോസ് എഴുതി വെച്ചിട്ടുണ്ട്. ടാ മോനെ, നീ പേടിക്കൊന്നും വേണ്ട, നിന്റെ കണക്കപ്പുള്ള ഉണ്ടല്ലോ, അതായത് അക്കൗണ്ടന്റ്, അവൻ എന്റെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ ആ കണ്ണാടിയുടെ ചുറ്റുമായിട്ട് ഡാനിയെ പറ്റിച്ചുകൊണ്ട് മാർലോ ഉണ്ടാക്കിയ ആ ഒരു കള്ളക്കണക്കുകൾ, ആ കാശിന്റെ എല്ലാത്തിന്റെയും തെളിവ് അവിടെ തൂക്കിയിട്ടിരിക്കുകയാണ്. ഇത് കണ്ട സമയത്ത് മാർലോ ഒന്ന് കിടുങ്ങി പോവാണ് കേട്ടോ. കാരണം ഇതെങ്ങാനും ഡാനി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിച്ച് കൊന്നുകളയും. അവന് നന്നായിട്ട് അറിയാം ഡാനിയെ. ഒരു ദയാദാക്ഷിണ്യം കാണിക്കാത്ത ആളാണ് അവൻ. എങ്ങാനും ഡാനിയുടെ അടുത്തേക്ക് റോസ് എത്തി എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ തീർന്നു മാർലോയുടെ കാര്യം. അപ്പൊ തന്നെ മാർലോ നമ്മുടെ വിക്രമിനെയും മുത്തുവിനെയും വിളിക്കുകയാണ്. അവരെയാണ് എല്ലാ കാര്യവും മാർലോ ഏൽപ്പിക്കുന്നത്. മാർലോയുടെ കാര്യം ആലോചിച്ചിട്ട് കഷ്ടം തോന്നുകയാണ്. ഈ രണ്ട് മണ്ടന്മാരെയും വിശ്വസിച്ചാണല്ലോ അവന്റെ ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നത് തന്നെ. ഇതിനുശേഷം അവിടെ കെട്ടിയിട്ട് നമ്മുടെ അക്കൗണ്ടന്റിനെ കാണിക്കുകയാണ്. ഇയാളുടെ വായിലൊക്കെ പ്ലാസ്റ്റർ ഒട്ടിച്ചു വെച്ചായിരുന്നു. അതൊക്കെ ഒരൊറ്റ വലിയങ്ങ് വലിച്ചപ്പോ നടുവിലെ പല്ല് തന്നെ പൊളിഞ്ഞു പറഞ്ഞു വരികയാണ്. റോസിനാണെങ്കിൽ ഇവനോട് ഭയങ്കര പകയാണ്. ആ പക അവള് ചെറുതായിട്ട് പയ്യെ വീട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ആരാണ് ഈ റോസ്? ആരാണ് മാർവിൻ? ഇവർക്ക് എന്താ സംഭവിച്ചത്? എന്തിനാണ് ഇവരോട് ഇത്ര പക ഡാനിക്ക്? അതിനിടയിൽ മാർലോയുടെ കളി എന്താണ്? സംഭവം എന്താന്ന് വെച്ചാൽ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഈ ഡാനി അവരുടെ ഗ്രൂപ്പ്, അതായത് ഇവരെല്ലാവരും ഒരു ഗ്രൂപ്പായിരുന്നു. ഇവരെല്ലാവരും കൂടിയിട്ട് ഒരു റഷ്യൻ ഗ്യാങ്സ്റ്റർ ഉണ്ട്, വലിയ പൈസക്കാരാണ്. അപ്പൊ അവര് നന്നായിട്ട് ഒന്ന് ഓഫിച്ചുകൊണ്ട് കോടികൾ അവിടെ നിന്ന് അടിച്ചു മാറ്റി ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇതുവരെയായിട്ടും ആ റഷ്യൻ ഗ്യാങ്ങിന് ഇതിനെക്കുറിച്ച് മനസ്സിലായിട്ടില്ല. എന്നാൽ ആ കാശുമായിട്ട് ഡാനി ഇങ്ങോട്ടേക്ക് വന്നപ്പോ ആ കാശ് എന്താക്കി അവന്റെ സഹായമായിട്ടുള്ള മാർലോ അടിച്ചു മാറ്റുകയാണ്. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? ആ കാശിൽ നിന്ന് ഒരു വിഹിതം എടുത്തിട്ട് അത് നമ്മുടെ ഈ ഒരു റോസിന്റെ വണ്ടിയിൽ വെച്ചിട്ട് അവളെ കള്ളിയാക്കുകയാണ്. ഡാനി ആ ഒരു കാര്യം വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡാനിയുടെ റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള റോസിനെ കൊല്ലാനായിട്ട് ഡാനി ഒരു പ്രൊഫഷണൽ കില്ലറെ ഏൽപ്പിക്കുകയാണ്. സ്വന്തം ബ്രദർ ആയിട്ടുള്ള മാർവിനെ തന്നെ. മാർവിൻ ആണെങ്കിൽ റോസിനെ കൊല്ലാനായിട്ട് അവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ നേരത്തെ തന്നെ മാർവിനും റോസും തമ്മിൽ ചെറിയൊരു പ്രണയത്തിലായിരുന്നു. പ്രണയം എന്ന് വെച്ചാൽ വൺ സൈഡ് ആണ് കേട്ടോ. മാർവിന് റോസിനോട് ഭയങ്കര പ്രണയമാണ്. എന്തായാലും റോസിനെ കൊല്ലാനായിട്ട് കൊണ്ടുപോയെങ്കിലും അവളെ കൊല്ലാതെ വെറുതെ വിടുകയാണ്. മാത്രമല്ല ഡാനിയോട് അവളെ കൊന്നു എന്ന് നുണയും കൂടെ പറഞ്ഞു. പക്ഷേ ഈ കാര്യം എങ്ങനെയൊക്കെയോ ഡാനി അറിഞ്ഞു. അതുകൊണ്ടാണ് ഇവര് രണ്ടുപേരും ഇപ്പോൾ ഒളിച്ചു താമസിക്കുന്നത്. ഡാനിക്ക് അവന്റെ ചേട്ടനോടുള്ള പക തോന്നാനുള്ള കാരണം ഇതൊക്കെ തന്നെയാണ്. അപ്പൊ ഇതാണ് ഫ്ലാഷ് ബാക്കിൽ നടന്ന ആ ഒരു കാര്യം. ശരിക്കും പറയുകയാണെങ്കിൽ എല്ലാ പ്രശ്നത്തിനും കാരണം മാർലോയാണ്. ഇപ്പൊ ആ ഒരു ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞു പ്രസന്റിൽ കാണിക്കുകയാണ്. അതായത് ആ ഒരു അക്കൗണ്ടിനെ അവിടെ കെട്ടിയിട്ടിരിക്കുകയാണല്ലോ. റോസ് ചോദിക്കുന്നുണ്ട്, നിന്റെ ഇപ്പൊ ഒരു പല്ലേ പറിച്ചിട്ടുള്ളൂ, കൂടുതലായിട്ട് പല്ലുകൾ ഇനിയും പറിക്കേണ്ടെങ്കിൽ സത്യം പറഞ്ഞു. നിങ്ങൾക്ക് ആ ഒരു കാശ് അടിച്ചു മാറ്റി പോകണമെങ്കിൽ നിനക്കും നിന്റെ മാർലോയ്ക്കും കൂടെ അതെടുത്ത് അങ്ങോട്ട് പോയാൽ പോരായിരുന്നു. എന്തിനാണ് വെറുതെ എന്നെ പെടുത്തിയത്? ആ സമയത്ത് അക്കൗണ്ടിന് പറയാണ്, നിനക്കപ്പോ കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല അല്ലേ? മാർലോയ്ക്ക് ആ കാശ് മാത്രമായിരുന്നില്ല വേണ്ടിയിരുന്നത്. ഡാനിയുടെ റൈറ്റ് ഹാൻഡ് ആ പൊസിഷനിലേക്ക് അവനിക്ക് വരണം, അതായത് നിന്റെ പൊസിഷനിലേക്ക്. അതുകൊണ്ടാണ് നിന്നെ ഒരു ചതിയത്തിയായിട്ട് കള്ളത്തിയാക്കി മാറ്റി നിന്നെ പുറത്താക്കിയതും ആ പൊസിഷനിലേക്ക് പിന്നീട് അവനിപ്പോ ചെന്നിരിക്കുന്നതും. എന്തായാലും അടിച്ചു മാറ്റിയ ഒരു കാശിൽ നിന്ന് ഒരു വിഹിതം എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നത്. അതായത് ഡാനിയുടെ കൂടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള എല്ലാവരും കൂടി ചേർന്ന് റോസിനിട്ട് ഒരു പണി അങ്ങോട്ട് കൊടുത്തു. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മാർവിനും കേൾക്കുന്നുണ്ടല്ലോ.
മാർവിൻ അപ്പോഴാണ് റോസിനെ വിശ്വാസമാകുന്നത്. അതായത് മാർവിൻ റോസിനെ കൊല്ലാതെ രക്ഷപ്പെടുത്തിയെങ്കിലും അവനും വിചാരിച്ചിരുന്നത് ആ കാശ് അടിച്ചു മാറ്റിയത് റോസാണെന്ന്. അതുകൊണ്ടാണ് അവളെ വിട്ട് പോയത് തന്നെ. പക്ഷെ ഇപ്പൊ സത്യം മനസ്സിലാക്കിയപ്പോ മാർവിന് ഭയങ്കരമായിട്ട് സങ്കടം തോന്നാണ്. അവളുടെ അടുത്തേക്ക് എത്തി അവളെ കെട്ടിപ്പിടിച്ച് സോറി പറയാണ്. തെറ്റിദ്ധരിച്ചു പോയി, അതിൽ ക്ഷമിക്കണം എന്നൊക്കെ പറയണേ. എന്നാൽ റോസിന് ഭയങ്കരമായിട്ട് വിഷമമാവുന്നുണ്ട് കേട്ടോ. കാരണം മാർവിൻ വരെ അവളെ തെറ്റിദ്ധരിച്ചില്ലേ. ഭയങ്കരമായിട്ട് സങ്കടമാവുന്നുണ്ട്, കരച്ചിൽ വരുന്നുണ്ട്. എന്നാൽ ആ കരച്ചിൽ അടക്കി പിടിച്ച് അവൾ അവിടെ നിൽക്കുകയാണ്. ഇപ്പോൾ അങ്ങനെ ഇപ്പൊ രാത്രിയായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ മാർവിന്റെ ബോസ് ഉണ്ടല്ലോ, ആ ബോസ് അവന്റെ വീട്ടിലേക്ക് വരികയാണ്. കാരണം രാവിലെ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് കാറിന്റെ ചാവി മേടിച്ച് പോയതാണ്. ഇതുവരെയായിട്ടും വിളിച്ചിട്ട് കിട്ടുന്നുമില്ല, അവന്റെ യാതൊരു വിവരവുമില്ല. അപ്പൊ മാർവിൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നേരെ അവന്റെ വീട്ടിലേക്ക് വരികയാണ്. വന്നു നോക്കുമ്പോൾ അവിടെ മാർവിന്റെ അനിയനായിട്ടുള്ള ഡാനിയും അവന്റെ ആൾക്കാരും കൂടെ ഉണ്ട്. അവരാരാണെന്ന് ബോസിന് അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ബോസ് ചോദിക്കുകയാണ്, ഇവിടെ മാർവിൻ ഇവിടെയല്ല താമസിക്കുന്നത്, രാവിലെ എന്റെ കയ്യിൽ നിന്ന് കാറിന്റെ ചാവിയും മേടിച്ച് പോയതാണ്, ഇതുവരെയായിട്ടും അവന്റെ യാതൊരു വിവരവുമില്ല. ഞാൻ ഈ മാർവിൻ ജോലി ചെയ്യുന്ന കമ്പനിയുടെ ബോസാണ്. ഓ, അവന്റെ ബോസാണ്, വാ വാ ഇവിടെ വന്നിരിക്കുന്നതായിട്ട് ഡാനി പറയാണ്. എന്നിട്ട് ഡാനി ഈ ഒരു ബോസിനോട് പറയണത്, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ, ഞാൻ അവന്റെ അനിയനാണ്, സ്വന്തം അനിയനാണ്. ഇത് കേട്ട സമയത്ത് ഈ ബോസ് പറയണ, സ്വന്തം അനിയനോ? ഇതുവരെയായിട്ടും അവൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. ഇതേ നേരം തന്നെ ഡാനി പറയണ്, ആ ഈ കാര്യം എന്നല്ല, പല കാര്യങ്ങളും നിങ്ങളോട് അവൻ പറഞ്ഞിട്ടില്ല. ഒരു കാര്യം അറിയോ, ആരാണ് ഈ മാർവിൻ എന്ന്? അവിടെ ഇരുന്നു കൊണ്ട് ഈ ഡാനി മാർവിന്റെ സകലമാന ഹിസ്റ്ററിയും പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ഭയങ്കര വയലന്റ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ കില്ലർ തന്നെയായിരുന്നു മാർവിൻ. ഈ കാര്യങ്ങളെല്ലാം കേട്ട് ആദ്യം ബോസ് ഒന്ന് ഞെട്ടുന്നുണ്ട്. പിന്നീട് അവന്റെ ആ ഒരു ബോസ് പറയാണ്, ആയിക്കോട്ടെ, അവന്റെ പഴയ ലൈഫ് അങ്ങനെ ആയിരിക്കാം, പക്ഷേ കഴിഞ്ഞ 3-4 വർഷമായിട്ട് അവൻ എന്റെ കീഴിൽ ജോലി ചെയ്യാണ്. ഇത്രയും അച്ചടക്കമുള്ള, ഇത്രയും നന്നായിട്ട് ജോലി ചെയ്യുന്ന മറ്റൊരാളെ ഞാൻ കണ്ടിട്ടില്ല. പഴയകാല ചരിത്രം അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. ശരിക്കും ഞാൻ അവനിപ്പോ കാണുന്നത് എന്റെ ഒരു സഹോദരനെ പോലെയാണ്, എന്റെ കുടുംബത്തിലെ ഒരു അംഗത്തിനെ പോലെയാണ്. ഇത് കേട്ട സമയത്ത് ഡാനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. എന്ത്, നീ അവന്റെ ബ്രദർ ആണെന്നോ? മേലാൽ ഇനി അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പിന്നീട് ഡാനി ചൂടാവുകയാണ്. എന്നിട്ടും അവന്റെ ആ ഒരു ദേഷ്യം തീരുന്നില്ല. അവൻ കുടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ജ്യൂസ് ഉണ്ടല്ലോ, അതിനുള്ളിൽ ഒരു സ്ട്രോ ഉണ്ടായിരുന്നു. ആ സ്ട്രോ എടുത്ത് ബോസിന്റെ കണ്ണിലേക്ക് കുത്തിക്കയറ്റി അവിടെ വെച്ച് തന്നെ പാവം ആ ഒരു ബോസിനെ കൊന്നുകളയാണ്. ഒരു കാരണവുമില്ലാതെ ആ ഒരു നിഷ്കളങ്കനായിട്ടുള്ള മനുഷ്യനെയാണ് ഈ ഡാനി കൊന്നിരിക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഇപ്പൊ കാണിക്കുന്നത് മാർവിനെയാണ്. മാർവിൻ രാവിലെ എഴുന്നേറ്റപാട് തന്നെ നേരെ വരുന്നത് ആ അക്കൗണ്ടിനെ കെട്ടിയിട്ടില്ലേ അങ്ങോട്ടേക്കാണ്. അപ്പൊ അവരോട് എന്തിനാടാ ഇതൊക്കെ ചെയ്തതെന്ന് ചോദിക്കുന്ന സമയത്ത്, ചെയ്തു പോയി സാറേ, പക്ഷേ ഞാനും എന്റെ ഈ പണി ഏൽപ്പിച്ച മാർലോ രണ്ടുപേരും മന്ദബുദ്ധികളാണ്, അതുകൊണ്ടാണല്ലോ ഇതുപോലെ പിടിക്കപ്പെട്ടത്. ഇവന്റെ ഇമാതിരി വർത്താനം കേട്ടപ്പോൾ മാർവിന് ഭയങ്കരമായിട്ട് ചൊറിഞ്ഞു കയറി വരികയാണ്. ഒരൊറ്റപ്പെടുത്താണ് അവന്റെ കഴുത്തിന്. നിന്നെ ഇപ്പൊ ശരിയാക്കി തരാടാന്ന് പറഞ്ഞിട്ട് ശ്വാസം മുട്ടി അവൻ അങ്ങനെ പെട്ടക്കുന്ന അതേ നേരം തന്നെ ആരോ വന്ന് കോണിംഗ് ബെൽ അടിക്കുകയാണ്. തൽക്കാലം അവൻ അവിടെ വിട്ട് മാർവിൻ നേരെ ചെന്ന് ഡോറ് തുറക്കാൻ പോവാണ്. ഇതേ നേരം തന്നെ ഈ അക്കൗണ്ടന്റ് ജീവനും കൊണ്ട് അവന്റെ സകലമായ ശക്തി ഉപയോഗിച്ച് പല്ലുകൊണ്ട് ആ ഒരു പ്ലാസ്റ്ററൊക്കെ കടിച്ചു മുറിച്ച് അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുകയാണ്. ഇതേ നേരം തന്നെ മാർവിൻ വാതിൽ ചെന്ന് തുറന്നു നോക്കിയപ്പോ ഇവരിപ്പോ നിൽക്കുന്ന ഈ ഒരു വീട് ഇത് കമ്പനി വിൽക്കാൻ വെച്ചതാണ്. ആ വീട് വാങ്ങിക്കാനായിട്ട് രണ്ടുപേര് വന്നിട്ടുണ്ട്, ഒരു കപ്പിൾസ് ആണ്. അപ്പൊ അവര് വന്ന സമയത്ത് മാർവിൻ എന്തായാലും അവരെ തിരിച്ചയച്ചില്ല. വാ നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് എല്ലാം കാണാന്ന് പറയാണ്. അവർ ഉള്ളിലേക്ക് വന്ന് നോക്കിയപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് വീട് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഒരു കച്ചവടം നടക്കാൻ നിൽക്കല്ലേ, അത് മുടക്കണ്ട എന്ന് കരുതിയിട്ട് മാർവിൻ വേഗം തന്നെ ആഷ്ലിയെ വിളിക്കുകയാണ്. ഞാൻ ഈ അഡ്രസ്സിലുള്ള ഈ വീട്ടിലുണ്ട്, നീ ഈ വീടിന്റെ ഡോക്യുമെന്റ്സുമായിട്ട് ഇങ്ങോട്ടേക്ക് വരണമെന്ന് ആഷ്ലിയോട് മാർവിൻ പറയാണ്. ഈ കാര്യം ആര് കേട്ടു? അവളുടെ കൂടെ ആ രാത്രിയിൽ ഉണ്ടായിരുന്ന നമ്മുടെ രാവൻ കേൾക്കുകയാണ്. അവൻ കേട്ടപാടെ തന്നെ ആ ഒരു അഡ്രസ്സിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ ഇപ്പൊ ആഷ്ലി പറയുന്നുണ്ട്, എന്തിനാ വെറുതെ അടിയും പിടിയും കൊലപാതകമൊക്കെ, നിനക്കതൊക്കെ ഉപേക്ഷിച്ചൂടെ, എന്റെ കൂടെ വന്നൂടെ, എന്നെ കല്യാണം കഴിച്ച് എന്റെ കൂടെ ജീവിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ രാവൺ പറയണ, ഏയ് അതൊന്നും പറ്റില്ല, എനിക്ക് അങ്ങനെയെല്ലാം ഒന്നും ഒറ്റയടിക്ക് എറിഞ്ഞിട്ട് വരാൻ കഴിയില്ല, കാരണം എന്റെ ബോസ് അറിഞ്ഞാൽ എന്നെ തട്ടിക്കളയും, എനിക്ക് പോയേ പറ്റൂന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങാണ്. ഇതേ നേരം തന്നെ നമ്മുടെ റോസും അതുപോലെ മാർവിനും പിടിച്ചു വെച്ച അക്കൗണ്ടിന്റെ ഉണ്ടല്ലോ, എങ്ങനെയൊക്കെ ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് വന്ന വാർഡ് തന്നെ മാർലോയെ വിളിച്ച് എവിടെയാണ് ഇപ്പൊ മാർവിനും റോസും എന്നുള്ളത് ആ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ തന്നെ മാർലോ അവന്റെ സഹായികളായിട്ടുള്ള വിക്രം മുത്തു രണ്ടുപേരെയും വിളിക്കുകയാണ്. അവർക്കൊരു വണ്ടിയും കൊടുക്കുന്നുണ്ട്, അതിൽ നിറയെ ആയുധങ്ങളും കൊടുക്കുന്നുണ്ട്. എനിക്ക് ഒന്നും അറിയേണ്ട, പോവുക, രണ്ടെണ്ണത്തിനെയും കൊന്നിട്ടല്ലാതെ നിങ്ങൾ തിരിച്ചു വരാൻ പാടില്ല എന്ന് പറയണം. ഇപ്പൊ വിക്രം മുത്തും പറയണം, ശരി ബോസ്, ഇത്തവണ നിങ്ങൾ പറഞ്ഞതുപോലെ എല്ലാത്തിലും ഞങ്ങളൊരു തീരുമാനമാക്കിയിരിക്കും, ഒന്നില്ലെങ്കിൽ അവൻ അല്ലെങ്കിൽ ഞങ്ങൾ, രണ്ടിലൊന്ന് മതി എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ഇറങ്ങുകയാണ്. എന്നാലും എന്റെ മാർക്കോ അല്ല മാർലോ, ഈ രണ്ട് മണ്ടന്മാരെയും വെച്ചാണല്ലോ നിന്റെ പദ്ധതി മുഴുവനും നീ ഇങ്ങനെ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷം വീണ്ടും മാർവിനെ കാണിക്കുകയാണ്. മാർവിൻ ഇപ്പോൾ അക്കൗണ്ടിനെ പൂട്ടിയിട്ട് ആ ഒരു റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവൻ അവിടെ കാണാനില്ല. പെട്ടെന്ന് തന്നെ റോസിനെ വിളിച്ച് അവളുടെ മുറിയിലേക്ക് ചെന്ന് നോക്കുമ്പോൾ റോസും അവിടെ ഇല്ല, പകരം ഒരു ലെറ്റർ ആയിരുന്നു ഉണ്ടായിരുന്നത്. റോസ് പറയുന്ന കാര്യം എന്താ വെച്ചാൽ, മാർവിനെ ഇനിയും ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കുന്നില്ല, എന്റെ കാര്യം ഞാൻ തന്നെ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് മാർവിനെയും വിട്ട് അവള് പോയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് ആ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുമ്പോൾ ദാണ്ട് വരുന്നു ആഷ്ലിയുടെ കൂടെ തന്നെ രാവണും. എന്നാൽ രാവൺ ഇപ്പൊ മാർവിനെ കണ്ടപാട് അലമ്പാക്കാനൊന്നും നിൽക്കുന്നില്ല കേട്ടോ, അവന്റെ മുഖത്തേക്ക് നോക്കി അങ്ങനെ നിൽക്കുകയാണ്. ഇപ്പൊ ആഷ്ലിയോട് മാർവിൻ പറയണം, നീ ആദ്യം പോയിട്ട് ആ ഒരു ഡോക്യുമെന്റ്സ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യ്, ഞാൻ ഇവനോട് സംസാരിച്ചിരിക്കുകയാണ്. ഇതിനുശേഷം മാർവിനെയും അതുപോലെ തന്നെ രാവണിയും ആ ഒരു ഫ്രെയിമിൽ കാണിക്കുന്നുണ്ട്. രണ്ടുപേരുടെയും വലിപ്പം എന്ന് വെച്ച് നോക്കിയേ ശരിക്കും ഈ രാവണിന്റെ പകുതിയുള്ള മാർവിന്. എന്തായാലും മാർവിൻ ഇപ്പൊ ഈ രാവണോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താടാ വേണ്ടത്, എന്തിനാ എന്റെ പിന്നാലെ ഇങ്ങനെ നടന്ന് ശല്യപ്പെടുത്തുന്നത്? ഇപ്പൊ രാവൺ പറയണം, എവിടെ അവള്, റോസ് എവിടെ, അവളെ കൂട്ടാതെ അവളില്ലാതെ എനിക്ക് ബോസിന്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റില്ല, മര്യാദക്ക് പറയുന്നു പറയണം. ഇതേ നേരം
നേരം തന്നെ ഈ വീടിന് പുറത്ത് അഡ്രസ്സ് ആ ഒരു അക്കൗണ്ടിന് പറഞ്ഞിട്ട് മാർലോയ്ക്ക് അറിയാലോ. മാർലോ വിക്രമിനോട് മുത്തുവിനോട് ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ ആയുധങ്ങളുമായിട്ട് അവര് നേരെ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. ഈ രണ്ട് ബുദ്ധിയില്ലാത്തവന്മാരും ഇവിടേക്ക് വന്ന പാട് തന്നെ എപ്പോഴത്തെയും പോലെ ഇനി മിസ്റ്റേക്ക് പറ്റാൻ പാടില്ല. ഇവന്മാർ എന്താ ചെയ്തേ, ഡിക്കിയിൽ നിന്നും ഉള്ള മെഷീൻ ഗണ്ണ് മുഴുവൻ പുറത്തേക്ക് എടുക്കുകയാണ്. ഒന്നും നോക്കിയില്ല, വീടിനുള്ളിലേക്ക് ചറ പറയാന്ന് പറഞ്ഞിട്ട് വെടിവെക്കുകയാണ്. അതിനുള്ളിൽ ആളുണ്ടോ ആളില്ലേ എന്ന് പോലും നോക്കാതെ. ശരിക്കും മണ്ടന്മാരെ പറയിപ്പിക്കുന്ന മണ്ടന്മാരല്ലേ. ഈ നേരത്ത് വീടിന്റെ ഉള്ളിലുണ്ടായിരുന്ന ആ വീട് മേടിക്കാൻ വന്ന കസ്റ്റമർ ഓടിത്തുള്ളി ഒളിക്കാണ് കേട്ടോ. അവരുടെ കൂടെ തന്നെ ആഷ്ലി ഉണ്ട്. തൽക്കാലം അവരെയും കൂട്ടി ആഷ്ലി ഒരു റൂമിൽ കയറി സേഫ് ആയിട്ട് നിൽക്കുകയാണ്. ഇതേ നേരം മാർവിനും അതുപോലെ തന്നെ രാവണും ഒരു തിണ്ടിന് പുറകിൽ മറിഞ്ഞിരിക്കുകയാണ്. ആ സമയത്ത് മാർവിൻ രാവനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതിന്റെ എല്ലാത്തിന്റെയും പിന്നിൽ ആ ഒരു മാർലോ ആണ്. അവനാണ് ശരിക്കും ബോസിനിട്ട് പണി കൊടുത്തത്. തൽക്കാലം നമുക്കിപ്പോ ഒരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടുപേർക്കും കൂടി അവന്മാരെ തീർക്കാം, എന്നിട്ട് മതി ബാക്കി കാര്യങ്ങൾ. എന്തായാലും കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഈ രണ്ട് മണ്ടന്മാരുണ്ടല്ലോ, വിക്രം മുത്തു, ഉള്ളിലുള്ള എല്ലാവരും കാഞ്ഞിട്ടുണ്ടാവും എന്ന് കരുതിയിട്ട് ഉള്ളിലേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ ആരുണ്ട്? നമ്മുടെ രാവണും അതുപോലെ തന്നെ മാർവിനും. ഒരു കുഴപ്പമില്ലാതെ നിൽക്കുകയാണ്. ഇവന്മാര് കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് വെച്ച് പെട്ടെന്ന് തന്നെ മാർവിനെ ഷൂട്ട് ചെയ്യാണ്. എന്നാൽ മാർവിൻ ആണെങ്കിൽ ശരിക്കും ചാടി തുള്ളി ഓടുകയാണ് കേട്ടോ. ഇത് കാണുന്ന സമയത്ത് ശരിക്കുള്ള ജാക്കി ചാൻ മൂവി കാണുന്ന അതുപോലെ തന്നെ ശരിക്കും ആ ഒരു ആക്ടറിന്റെ ലുക്കും അതുപോലെ തന്നെ അല്ലേ. എന്തായാലും ആ ഒരു വൈബ് ഈ ഒരു സിനിമയിൽ കിട്ടുന്നുണ്ട്. ഇപ്പോ വിക്രമിന്റെയും മുത്തുവിന്റെയും കാര്യം നോക്കുകയാണെങ്കിൽ ഗണ്ണിലെ ബുള്ളറ്റ് എല്ലാം തീർന്നപ്പോൾ കത്തിയെടുത്ത് നമ്മുടെ രാവണ ആക്രമിക്കാൻ വരികയാണ്. ആരോടെ ഈ ഏറ്റുമുട്ടാൻ പോകുന്നത്? അതും വിക്രവും മുത്തും. നടക്കുന്ന കാര്യമാണ്. എവിടെ ഒരു കത്തി എടുക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് വീശ്. രണ്ടെണ്ണത്തിന്റെയും കാര്യത്തിൽ ഒരു തീരുമാനമായി. എന്നിട്ട് ഒരൊറ്റ ചവിട്ടാണ്, രണ്ടും തെറിച്ചു പോയി വീഴാണ്. സ്പോട്ടിൽ ഔട്ട്. എന്തായാലും മണ്ടത്തരങ്ങൾ കാണിക്കാനായിട്ട് വിക്രമിന്റെയും മുത്തുവിന്റെയും ജീവിതം ഇനിയില്ല കേട്ടാ. ഇതിനുശേഷം ഈ വെടിവെപ്പിൽ പേടി ചരണ്ട് കിടക്കുന്ന ആ കസ്റ്റമർ ഉണ്ടല്ലോ, അവരുടെ അടുത്തേക്ക് മാർവിൻ ചെന്നിട്ട് പറയാണ്, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, നല്ല നിങ്ങൾക്ക് പറ്റിയ വിലയിൽ ഈ വീട് ഞാൻ നിങ്ങൾക്ക് സെറ്റാക്കി തരാം. പിന്നെ ഇപ്പൊ ഉണ്ടായ ഈ പാടുകളൊക്കെ അതൊക്കെ ചെറിയ പേച്ച് വർക്കിലൂടെ തീരും. എന്തായാലും നമുക്ക് പിന്നെ കാണുന്ന പറഞ്ഞിട്ട് മാർവിൻ വേഗം പുറത്തേക്ക് പോയിട്ട് കാറുമായിട്ട് നൈസായിട്ട് ഇവിടുന്ന് എസ്കേപ്പ് ആവുന്നുണ്ട്. ഇതേ നേരം തന്നെ റാവന് ഒരുവിധം കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇനി ഇങ്ങനെ പോയാൽ ലൈഫ് കോഞ്ഞാട്ടയാവും. ഉള്ള കാലം ദാ ഈ പെണ്ണുണ്ടല്ലോ ആഷ്ലി, അവളുടെ കൂടെ ജീവിക്കാന്ന് റാവൻ ഇപ്പൊ തീരുമാനിച്ചു. ഇതിനുശേഷം കാണിക്കുന്നത് റോസിനെയാണ്. ഇനി എപ്പോഴത്തെയും പോലെ തന്നെ പേടിച്ച് ഒളിച്ചൊളിച്ച് ഇങ്ങനെ ജീവിക്കാനൊന്നും അവളെ കൊണ്ട് പറ്റില്ല. ഒന്നില്ലെങ്കിൽ എല്ലാത്തിനും ഒരു തീരുമാനമാക്കുക, അല്ലെങ്കിൽ മരിക്കുക എന്ന ആ ഒരു തീരുമാനത്തിൽ റോസ് നേരെ പോകുന്നത് മാർലോയുടെ ആ ഒരു സ്ഥലത്തേക്കാണ്. എന്നാൽ അവിടെ എത്തിയ സമയത്ത് റോസ് കാണുന്നത് അടി കൊണ്ട് ചോര ഒലിച്ചു കിടക്കുന്ന ഈ മാർലോയാണ്. അവളാകെ ഞെട്ടിപ്പോയി. ആരായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക? അധിക നേരം ആലോചിച്ച് നിൽക്കേണ്ടി വന്നില്ല കേട്ടോ. അപ്പൊ തന്നെ ഡാനിയും അവന്റെ ആൾക്കാരും കൂടെ അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അതായത് മാർലോയാണ് ആ റഷ്യയിൽ നിന്ന് മടിച്ചു മാറ്റിയ വലിയ തുക അത് ഇവന്റെ കയ്യിൽ നിന്ന് മടിച്ചു മാറ്റിയെന്ന് ഇപ്പൊ ഡാനിക്ക് മനസ്സിലായി. ഇതെങ്ങനെയാണ് ഡാനിക്ക് മനസ്സിലായത്? രാവണുണ്ടല്ലോ, രാവണാണ് ആ ഒരു കാര്യം ഈ ഡാനിയോട് വിളിച്ചു പറഞ്ഞത്. അതായത് മാർലോയാണോ ഇതിന്റെ പിന്നിൽ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ട് അവനൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കുന്നു. അങ്ങനെ ഡാനിയുടെ ആൾക്കാർ വന്നിട്ട് മാർലോയുടെ സ്ഥലവും കാര്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ അന്ന് ഡാനിയുടെ കയ്യിൽ നിന്ന് മിസ്സായ കാശ് മുഴുവൻ ഇവിടെ ഉണ്ട്. പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഡാനിയുടെ പുസ്തകത്തിൽ ഒരൊറ്റ നിയമമേ ഉള്ളൂ, കൊന്നു കളയുക. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കിട്ടിയ പെടയാണ് ഇതാ ഇപ്പൊ കാണുന്നത്. എന്നാൽ ചോര ഒലിപ്പിച്ച് ചാകാൻ കിടക്കുമ്പോഴും മാർലോ പറയുന്നത്, ഞാൻ ഒറ്റയ്ക്കല്ല ഇത് ചെയ്തത്, അക്കൗണ്ടന്റും എന്റെ കൂടെ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ദാ ഇവളും ഉണ്ടായിരുന്നു. അതായത് റോസിനോട് എന്തോ വല്ലാത്തൊരു പകയാണ് ഡാനിക്ക്. അതായത് ഒരു പ്രൊഫഷനിൽ നിൽക്കുമ്പോൾ കൂടെ നിൽക്കുന്നവരോട് ഉണ്ടാവുന്ന ആ ഒരു എന്താ പറയാ പ്രൊഫഷണൽ ഈഗോ ഒക്കെ ഇല്ലേ, അതൊക്കെ വെച്ച് ഒരു വല്ലാത്തൊരു ദേഷ്യമാണ് ഡാനിക്ക് റോസിനോട്. അപ്പൊ ഇതിങ്ങനെ കേൾക്കുന്ന സമയത്ത് ഡാനിയും അത് വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് തന്നെ റോസിനെയും അടിച്ചു ഒതുക്കിയിടാൻ വേണ്ടിയിട്ട് ഡാനി പറയുന്നുണ്ട്. എന്നാൽ അതേ നേരം തന്നെ നമ്മുടെ നായകൻ മാർവിൻ അങ്ങോട്ടേക്ക് വരികയാണ്. അത് കണ്ട സമയത്ത് റോസ് പറയണ, ഡാനി ഇത്തവണ മാർവിൻ വന്നിരിക്കുന്നത് ചുമ്മാതല്ല, നിന്നെ അടിച്ച് കൊല്ലാൻ തന്നെയാടാ. ഇതേ സമയത്ത് തന്നെ ഒന്ന് അഹങ്കാരത്തിൽ ചിരിച്ചുകൊണ്ട് ഡാനി പറയാണ്, മാർവിൻ ചേട്ടാ വരൂ, കഴിഞ്ഞ 3 വർഷമായിട്ട് നിന്നെ ഒന്ന് കണ്ടിട്ട് വരെയില്ല കേട്ടാ. ഈ സമയത്ത് അവിടെ ഇരിക്കുന്ന നമ്മുടെ റോസ് പറയണ, നീ വിളിച്ചുകൊണ്ടിരിക്കുന്നത് നിന്റെ കാലനെയാടാ. ഇത് കേട്ട് ഡാനിക്ക് ദേഷ്യം കൊണ്ട് കയറുകയാണ്. എനിക്ക് ശത്രുക്കളായിട്ട് ഈ ലോകത്തിൽ ആരുണ്ടാവാൻ പാടില്ല, അതെന്റെ ചേട്ടനായാൽ കൂടെ എനിക്ക് സഹിക്കില്ല, കൊല്ലട അവനെന്ന് പറയാണ്. പിന്നീട് അങ്ങോട്ടേക്ക് ചറപറാന്ന് പറഞ്ഞിട്ട് ഫൈറ്റാണ്. മാർവിന്റെ കാര്യം അറിയാലോ, കയ്യിലൊരു വെപ്പൺ വേണമെന്നൊന്നുമില്ല, ആള് നല്ലൊരു ഉഗ്രം ഫൈറ്ററാണ്. അതുകൊണ്ട് തന്നെ ഡാനിയുടെ ആൾക്കാർ അടിച്ച് നിലം പരിശാക്കുന്നുണ്ട്. അതിലൊരുത്തൻ പിന്നാലെ കുത്താൻ വന്ന സമയത്ത് റോസ് കയ്യിൽ ഒളിപ്പിച്ച ചെറിയൊരു ഗണ്ണ് വെച്ച് അവനെ വെടിവെച്ച് കൊന്നുകളിയാണ്. ഇതേ നേരം തന്നെ ചാകാനായി കിടക്കുന്ന അടികൊണ്ട് ചോര ഒലിപ്പിച്ച് കിടക്കുന്ന മാർലോ. ഇവൻ നമ്മുടെ റോസിനെ കൊല്ലാൻ വേണ്ടി വരുന്ന സമയത്ത് നമ്മുടെ റോസ് എന്താ ചെയ്തതെന്ന് അറിയോ? ഒരു ഡബിൾ ബാരൽ ഗണ്ണ് എടുക്കുകയാണ്. കള്ളപ്പന്നി, ഈ ഒരു നിമിഷത്തിനായിരുന്നടാ ഞാൻ കാത്തിരുന്നേന്ന് പറഞ്ഞിട്ട് അവന്റെ നെഞ്ചത്തേക്ക് നോക്കി റോസ് ഒരേറ്റ പൊട്ടിക്കലാണ്. നെഞ്ച് പിളർന്ന നമ്മുടെ മാർലോ തെറിച്ചു പോയിട്ട് വീഴുകയാണ് കേട്ടോ. ഇപ്പൊ ഫൈറ്റ് എല്ലാം കഴിഞ്ഞു. ഡാനിയുടെ ഒരാൾ പോലും ഇപ്പൊ ജീവനോടെ ഇല്ല. എല്ലാത്തിന്റെയും കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. ഇനിയിപ്പോ അവസാനം ഡാനി മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ ഡാനി അതുപോലെ തന്നെ മാർവിൻ രണ്ടുപേരും നേർക്ക് നേരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്, ചേട്ടനും അനിയനും കൂടെ. ആ നേരത്ത് ഡാനി ഒരു കാര്യം പറയുന്നുണ്ട് മാർവിനെ, ചെറുപ്പം മുതലേ നമ്മൾ ഫൈറ്റ് പഠിക്കുന്ന സമയത്ത് ഒരു തവണ പോലും നീ എന്നെ തല്ലിയിട്ടില്ല. മാസ്റ്റർ പറഞ്ഞാൽ വരെ നീ എന്നെ തല്ലാറില്ല. എനിക്കറിയാം എന്നോട് നിനക്ക് ഭയങ്കര സ്നേഹമാണെന്ന്. പക്ഷേ ഇവിടെ അതൊന്നും വേണ്ട. നമ്മളിപ്പോ കയ്യാങ്കളി കളിക്കാൻ പോവാണ്. എന്തേ തുടങ്ങുകയല്ലേ? എന്നാൽ എന്തോ സ്വന്തം അനിയനെ തല്ലാനായിട്ട് മാർവിന്റെ കൈ പൊന്തുന്നില്ല കേട്ടോ. എന്നാൽ അതേ നേരം തന്നെ ഡാനി അവന്റെ തലയിലുണ്ടായിരുന്ന തൊപ്പി ഒരു മാർവിൻ എറിഞ്ഞു കൊടുക്കുകയാണ്. ആ തൊപ്പി കണ്ടപ്പോ തന്നെ മാർവിൻ ഷോക്കായി പോയി. അവന്റെ ബോസിന്റെ തൊപ്പിയായിരുന്നു, മാത്രമല്ല അതിൽ രക്തം ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ മനസ്സിലായി ബോസിനെ ഡാനി
കൊന്നു എന്ന്. അത് മാർവിന് സഹിക്കാൻ പറ്റിയില്ല. ഇത്രയും ദിവസം ഉണ്ടായിരുന്ന അനിയനോടുള്ള ആ ഒരു സ്നേഹമൊക്കെ അവൻ അവിടെ വെച്ച് മറക്കുകയാണ് കേട്ടോ. രണ്ടുപേരും പൊരിഞ്ഞടി എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞടി. പക്ഷെ ഡാനിയും അത്ര നിസാരക്കാരനൊന്നും അല്ല കേട്ടോ. ചെറുപ്പത്തിൽ രണ്ടുപേരും ഒരുമിച്ചാണ് ഫൈറ്റ് പഠിച്ചത്. അത് കാണാനുമുണ്ട്. രണ്ടുപേരും കട്ടക്ക് കുറെ നേരം നല്ല കിട്ടിലും ഫൈറ്റ് കേട്ടോ. എന്നാൽ ഫൈറ്റിനൊടുവിൽ, ശക്തമായ ഫൈറ്റിനൊടുവിൽ അവസാനം നമ്മുടെ മാർവിൻ തന്നെ ജയിക്കുകയാണ്. ഒരു ഇടി കൊടുത്ത് അവനെ ബോധം കെടുത്തിയിടുന്നുണ്ട്. പക്ഷെ അവനെ കൊല്ലാൻ നമ്മുടെ മാർവിന് തോന്നുന്നില്ല. അതുകൊണ്ട് ഡാനിയും അവിടെ ഇട്ട് തിരിച്ചു വരാൻ നിൽക്കുകയാണ് കേട്ടോ. എന്നാൽ പിന്നിൽ നിന്നും കുത്തി അവനെ കൊല്ലാൻ നോക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ റോസ് ഡാനിയെ വെടിവെച്ച് അവിടെ ഇടുകയാണ്. എന്നാൽ എപ്പോഴത്തെയും പോലെ സിനിമകളിൽ ഇങ്ങനെ ഒരു സീന് അതൊരു ക്ലീശ തന്നെയല്ലേ. പക്ഷെ നമ്മുടെ റോസ് ചെയ്തത് അവനെ കൊല്ലുകയല്ല, അവന്റെ കൈക്കിട്ടാണ് വെടിവെച്ചത്. കാരണം റോസിന്റെ ഉള്ളിൽ മറ്റൊരു പദ്ധതി ഉണ്ടായിരുന്നു. ഇപ്പൊ അവളെ നോക്കിയിട്ട് വെടിയേറ്റ് നിലത്ത് വീണ് കിടക്കുന്ന ഈ ഡാനി അലറി വിളിച്ച് പറയാണ്, നിന്നെ നോക്കിക്കോടെ, ഞാൻ വിടാൻ പോകുന്നില്ല. അപ്പൊ ഒന്ന് ചിരിച്ചുകൊണ്ട് റോസ് പറയാണ്, എന്റെ പൊന്നു ഡാനിയെ, നിന്നെ ഒറ്റ അടിക്ക് ഞാൻ അങ്ങ് വിടുമെന്ന് തോന്നുന്നുണ്ടോ? ഒരു വെടിക്ക് തീരേണ്ടവനല്ലടാ നീ. നിനക്കുള്ള പണി നല്ല പാലും വെള്ളത്തിൽ ഞാൻ കലക്കി വെച്ചിട്ടുണ്ട്. നിന്റെ അക്കൗണ്ടിന്റെ ഉണ്ടല്ലോ, അവന്റെ ഒരു വിരൽ ഞാൻ അങ്ങോട്ട് വെട്ടിയെടുത്തു. കാരണം നിന്റെ എല്ലാ വിവരങ്ങളും അവന്റെ ആ ഒരു വിരൽ തുമ്പിലാണല്ലോ. അത് വെച്ച് എല്ലാ നിന്റെ ഇടപാടുകളുടെയും ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി ഞാൻ അങ്ങോട്ട് എടുത്തു. എന്നിട്ട് ആ കോപ്പി മുഴുവനും ഞാൻ ഒരാൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. ആരാന്ന് പറയാൻ പറ്റുമോ? മറ്റാരുമല്ല, റഷ്യയിലെ ആ ഒരു ഗ്യാങ്സ്റ്റർ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവർക്ക് തന്നെ. അവരെയും പറ്റിച്ചുകൊണ്ടാണല്ലോ ഈ കാശ് മുഴുവൻ അടിച്ചു മാറ്റി നീ ഇങ്ങോട്ടേക്ക് വന്നത്. അവർക്ക് ആ ഒരു വിവരം കിട്ടിയിട്ടുണ്ടാവും. പന്തവും കൊളുത്തി അവിടുന്ന് ഒരു ടീം ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ടെന്നാ കേട്ടത്. ഇങ്ങോട്ടേക്ക് വന്ന നിന്റെ തലയും കാലും കൈയൊക്കെ വേറെ ആയിട്ട് അവര് വെട്ടി മുറിച്ചെടുത്തോളും. പറഞ്ഞു തീർന്നില്ല, ദാണ്ടേ വരുന്ന ഒരു കൂട്ടം ആൾക്കാര് അവിടുത്തെ ചുമരും ഇടിച്ചു പൊളിച്ചുകൊണ്ട് എല്ലാം ഒരു തരം ഒരു കണ്ടാൽ തന്നെ പേടിയാവുന്ന മോസ്റ്റ് മോഡേൺ വെപ്പൺ എല്ലാം കയ്യിൽ വെച്ചിട്ട് വരുന്ന റഷ്യൻ ഗ്യാങ് തന്നെ. അവരുടെ ലീഡറും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അതൊരു ലേഡിയാണ് എന്ന് കരുതി പുച്ഛിക്കാൻ നിൽക്കേണ്ട. ആള് ഭയങ്കര പവർഫുൾ ആണ്. ഇവരെ പറ്റിച്ചാണ് ഈ ഡാനി അത്രയും വലിയൊരു എമൗണ്ട് അടിച്ചു മാറ്റി ഇങ്ങോട്ടേക്ക് വന്നത്. എന്തായാലും അവർ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഡാനിയെ പൊക്കിയെടുത്ത് കൊണ്ടുപോവാണ്. അതുപോലെ തന്നെ റോസിനോട് നന്ദി പറയുന്നുണ്ട്. ആ കാശിലെ ഒരു വിഹിതം നമ്മുടെ റോസിന് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഡാനിയെ അവന്മാര് തൂക്കിയെടുത്ത് കൊണ്ടുപോകുന്നുണ്ടല്ലോ. അവന് നന്നായിട്ട് അറിയാം ഇനി ഇവർ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവനെ വെട്ടി മുറിച്ചിടുന്നു. ഇതിനേക്കാൾ നല്ലത് ഒരു ബുള്ളറ്റ് കൊണ്ട് തീരുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വന്തം ചേട്ടനായിട്ടുള്ള മാർവിനോട് രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് അവൻ കരഞ്ഞ് നിലവിളിച്ച് പറയുന്നുണ്ടെങ്കിലും മാർവിൻ മൈൻഡ് ആക്കുന്നില്ല. കുറെ എണ്ണത്തിനെ പല രീതിയിലായിട്ട് തീർത്തതല്ലേ, പോയി അനുഭവിക്കുന്നു പറയാണ്. അങ്ങനെ അവസാനം ഡാനിയെ ആ റഷ്യൻ ഗ്രൂപ്പ് വന്നിട്ട് തൂക്കിയെടുത്ത് കൊണ്ടുപോകണം. ഇനി അവന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അത് ഗുദാവഹ തന്നെ. എന്തായാലും പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയ സമയത്ത് റോസ് ഇപ്പൊ അവിടെ വിട്ട് പോവാണ് കേട്ടോ. മാർവിനോട് യാത്ര പറഞ്ഞു പോവാൻ നിൽക്കുമ്പോൾ ഇപ്പൊ മാർവിൻ അവളുടെ പിന്നാലെ ചെല്ലുന്നുണ്ട്. റോസേ നീ പോലെ നിന്നെ ഞാൻ കൊല്ലാതെ വിട്ടത് തന്നെ എനിക്ക് നിന്നോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ടാണ്. നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് എന്റെ ലൈഫ് ഈ കോലത്തിലായതും. അപ്പൊ നീ എന്നെ വിട്ട് പോലെന്ന് പറയാണ്. ഇപ്പൊ റോസ് പറയാണ്, ഓ നിനക്ക് എന്റെ കൂടെയുള്ള ലൈഫൊന്നും പറ്റില്ലല്ലോ, നിനക്ക് നിന്റെ ജോലിയായി അതിലെ പ്രൊമോഷനായി അങ്ങനെയൊക്കെ ജീവിക്കാനല്ലേ താല്പര്യം, അതുകൊണ്ട് നമ്മളില്ലേ എന്ന് പറഞ്ഞ് സെന്റി അടിച്ച് റോസ് പോവാൻ നിൽക്കുമ്പോൾ മാർവിൻ പറയാണ്, ജോലിയും വേണ്ട ഒരൊലക്കിയും വേണ്ട, എനിക്ക് നീ മതിയടോ എന്ന് പറഞ്ഞിട്ട് അവളെ കെട്ടിപ്പിടിക്കുകയാണ്, ഒരു ഉമ്മയും കൊടുക്കുകയാണ്. സോ അതോട് കൂടിയിട്ട് സിനിമ അവിടെ തീരുകയാണ് കേട്ടോ. ഒരുപാട് നല്ലൊരു കഥയൊന്നും ഇല്ലെങ്കിലും ചുമ്മാ വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു മൂവി, അത്രേ ഉള്ളൂ ഈ ഒരു സിനിമ. ഓക്കെ, എന്തായാലും മറ്റൊരു നല്ല കഥയുമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. ഓക്കെ, ബൈ.